So we are going to study about power factor system. Okay, power factor. Actually, എന്താണ് electrical power എന്ന് വെച്ചാൽ? It's an electrical power is the rate at which energy is transferred by an electric circuit. അല്ലേ? So just a rate rate of energy which is transferred by an electric circuit is generally we called it as electrical power. We are going to study about power factor. So before that we are going to study different types of power. Okay. Normally നമ്മൾ പവറിനെ മൂന്ന് രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പാരന്റ് പവർ, ആക്റ്റീവ് പവർ ആൻഡ് റിയാക്റ്റീവ് പവർ. ആക്ച്വലി നമ്മൾ പവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ജസ്റ്റ് ഒരു സർക്യൂട്ടിൽ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ സിംപ്ലി വി കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈങ് വോൾട്ടേജ് ഇൻറ്റു കറന്റ് അല്ലെ. വി ഇൻറ്റു ഐ ഓർ ഇ ഇൻറ്റു ഐ ഇസ് that is apparent power. Just multiplication of voltage across that circuit and also current flowing through that circuit. That gives apparent power of the circuit. നമുക്ക് power എന്ന് പറയുന്നത് ഒരു electrical power in a circuit can be represented in three ways: apparent power, active power and reactive power. Apparent power എന്ന് പറയുന്നത് just multiplication of RMS value of voltage and current. ഒരു AC സർക്യൂട്ടിൽ നമ്മൾ വോൾട്ടേജും കറണ്ടും എടുക്കുമ്പോൾ നോർമലി RMS വാല്യൂ ആണ് സെലക്ട് ചെയ്യുക. സോ RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് അപ്പാരന്റ് പവർ എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഗിവ് എ റിയൽ പവർ. ആക്ച്വൽ റിയൽ പവറിന് AC സർക്യൂട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് മാത്രമല്ല. നമ്മൾ AC സർക്യൂട്ട്സ് പഠിച്ചു അതായത് RL സർക്യൂട്ട്, RLC സർക്യൂട്ട് ഒക്കെ അത് ത്രൂ AC വേവ് ഫോം ഫ്ലോ ചെയ്യുമ്പോൾ നമ്മളൊരു വോൾട്ടേജ് ആംഗിൾ അതായത് ഒരു ഫേസ് ഡിഫറൻസ് പഠിച്ചിരുന്നു അല്ലെ. അതായത് ദ കറന്റ് ആൻഡ് വോൾട്ടേജ് വിൽ നോട്ട് ഫ്ലോസ് ഇൻ എ സർക്യൂട്ട് ഇൻ എ സെയിം ഫേസ്. ഇപ്പൊ നമ്മൾ ഒരു ജസ്റ്റ് അസ്യൂം വോൾട്ടേജ് സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. In the same circuit the current will not start from here. If that circuit contain inductive or reactive some reactive component, then there will be some phase difference between our voltage and current waveform. അതായത് വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സെയിം പോയിന്റ് ആയിരിക്കില്ല കറന്റ് waveform സ്റ്റാർട്ട് ചെയ്യുന്നത്. There will be either leading or lagging phase difference between these two waveforms. So there will be a phase angle difference between these. നമ്മൾ ഒരു ഫേസർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു വോൾട്ടേജ് റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ either current will lag or lead by an angle in a AC circuit which contain ഇൻഡക്റ്റൻസ് ഓർ കപ്പാസിറ്റൻസ്. അപ്പോൾ ഒരു ആംഗുലർ ഡിഫറൻസ് ഉണ്ടായിരിക്കും അതിൻ്റെ ഇടയ്ക്ക്. ഒരു ഫൈ എന്ന് പറയുന്ന ഒരു ആംഗുലർ ഡിഫറൻസ് ഉണ്ടായിരിക്കും. സോ ജസ്റ്റ് വി ഇൻറ്റു ഐ വിൽ നോട്ട് ഗിവ് ദ ആക്ച്വൽ റിയൽ പവർ. സോ റിയൽ പവർ എന്ന് പറയുന്നതാണ് ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. സോ ദ റിയൽ പവർ ഇസ് ആക്റ്റീവ് പവർ വിച്ച് ഇസ് വി ഇൻറ്റു ഐ ഇൻറ്റു ദാറ്റ് കൊസൈൻ ഓഫ് ദിസ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറന്റ്. വി ഐ കോസ് ഫൈ എന്ന് പറയുന്നതാണ് നമ്മുടെ ആക്ച്വൽ റിയൽ പവർ ഓർ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഇസ് റിയാക്റ്റീവ് പവർ. ഈ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത് വി ഐ കോസ് ഫൈ ആണ് ആക്ച്വൽ പവർ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഓൾവേസ് ലെസ് ദാൻ അവർ അപ്പാരന്റ് പവർ ആയിരിക്കും. ഓക്കെ, this phi is the angle between voltage and current, and this cos phi is known as power factor. Cosine of angle between voltage and current നെയാണ് നമ്മൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. And the reactive power എന്ന് വെച്ചാൽ the power taken by a pure inductive or capacitive component in a circuit is called reactive power. That means the power taken by a pure inductive or capacitive element in a circuit is called reactive power, and it is measured as the product of apparent power into sine of the angle between voltage and current. അതായത് വി ഐ സൈൻ ഫൈ ആണ്. നമ്മളൊരു സർക്യൂട്ടിൽ റിയാക്റ്റൻസ് ഉണ്ടെങ്കിൽ, അതായത് കപ്പാസിറ്ററോ ഇൻഡക്ടറോ പ്രസന്റ് ആണെങ്കിൽ ആ ഒരു കമ്പോണന്റ് കൺസ്യൂം ചെയ്യുന്ന പവറിനെയാണ് റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത്. റിയാക്റ്റീവ് പവർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക വി ഐ സൈൻ ഫൈ എന്നാണ്. So the power consumed by the reactive component is known as reactive power, and power consumed by actual circuit or the real power is Vi cos phi. Okay, so now we can represent this in a triangular manner. So active power we taken as a horizontal line as active power,
ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ VI cos phi ആണെന്ന് പറഞ്ഞു. ആൻഡ് റിയാക്റ്റീവ് പവർ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ദാറ്റ് ഇസ് VI sin phi. The vector sum of active power plus this reactive power will give you this apparent power. Okay. So apparent power is V into I. Okay. So മൂന്ന് രീതിയിലാണ് നമുക്ക് പവർ റെപ്രസെന്റ് ചെയ്യുക. ആക്ച്വൽ ഇലക്ട്രിക്കൽ പവർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് പറയുന്നതാണ് അപ്പാരന്റ് പവർ ഓഫ് എ സർക്യൂട്ട്. ബട്ട് അപ്പാരന്റ് പവർ എന്ന് പറയുന്നത് ഒരു AC സർക്യൂട്ടിലെ റിയൽ പവർ അല്ല. റിയൽ പവർ വിൽ ബി ലെസ് ദാൻ ദ അപ്പാരന്റ് പവർ ബിക്കോസ് വോൾട്ടേജ് ആൻഡ് കറണ്ട് വിൽ നോട്ട് ബി ഇൻ സെയിം ഫേസിലായിരിക്കില്ല. സോ അവിടെ ഒരു ഫേസ് ആംഗിൾ പ്രസന്റ് ആയിരിക്കും. സോ വി ഹാവ് ടു കൺസിഡർ ദാറ്റ് കമ്പോണന്റ് ആൾസോ. ആ കമ്പോണന്റിനെയാണ് നമ്മൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. സോ ആക്ച്വൽ റിയൽ പവർ എന്ന് പറയുന്നത് ആക്റ്റീവ് പവർ ആണ്. ആൻഡ് ഒരു യൂസ്ഫുൾ പവർ എന്ന് പറയുന്നത് ആക്റ്റീവ് പവർ ആണ്. നമ്മളൊരു ഇലക്ട്രിക് സർക്യൂട്ടിൽ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഇലക്ട്രിക്കൽ വർക്ക്ഔട്ട് ചെയ്യാൻ കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് ആക്റ്റീവ് പവർ ആണ്. ആൻഡ് റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് ആ സർക്യൂട്ടിലെ ലോസ് ആണ്. പവർ ലോസ് ആണ് റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത്. ഇൻഡക്ടൻസോ കപ്പാസിറ്റൻസോ ഉള്ളത് കൊണ്ട് അതിനകത്ത് ആ ഒരു കമ്പോണന്റ് കൺസ്യൂം ചെയ്യുന്ന പവർ ആണ് റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത്. ഓക്കെ. സോ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത് VI cos phi, റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് VI sin phi എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് ദ ടേം cos phi ഇസ് ദ പവർ ഫാക്ടർ. ഓക്കെ. നെക്സ്റ്റ് ഇസ് പവർ ഫാക്ടർ. ജസ്റ്റ് പവർ ഫാക്ടറിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് cos phi ആണ്. നമ്മൾ മൂന്ന് രീതിയിൽ പവർ ഫാക്ടറിനെ ഡിഫൈൻ ചെയ്യാം. അതായത് ഇറ്റ് ഇസ് ദ കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഐദർ ഇറ്റ് ഇസ് ദ കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. ആൻഡ് ദ അതർ ഡെഫിനേഷൻ ഇസ് ദാറ്റ് ഫ്രം ദിസ് നമുക്ക് ഇതിനെ ജസ്റ്റ് റെസിസ്റ്റൻസ് ആൻഡ് റിയാക്ടൻസ് ഇൻ എ സർക്യൂട്ടിനെ നമുക്കൊരു ഇംപിഡൻസ് ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ റെപ്രസെന്റേഷൻ ഓഫ് ടോട്ടൽ ഇംപിഡൻസ് ഓഫ് ദാറ്റ് സർക്യൂട്ട്. അതായത് ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ ഹൊറിസോണ്ടൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് ദ റിയാക്ടൻസ് കോമ്പണന്റ് X is represented in perpendicular line and the total sum will be the impedance. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന്. അപ്പൊ നമ്മുടെ ഒരു സർക്യൂട്ടില് ഈ ഒരു ഇംപിഡൻസ് ട്രയാങ്കിളിൽ cos phi എന്ന് പറഞ്ഞാൽ എന്താണ്? കൊസൈൻ ഓഫ് ദിസ് ആംഗിൾ എന്ന് പറയുന്നത് which is R/Z അല്ലേ cos phi എന്ന് പറയുന്നത്. So this cos phi is also we can define it as power factor is the ratio of resistance to the impedance of the circuit എന്ന് പറയാം. Okay, power factor is a ratio of resistance to impedance. R/Z എന്ന് നമുക്ക് denote ചെയ്യാം. Okay, the cosine of this phi. From the impedance triangle, we can represent it as cos phi is equal to R/Z. And the another definition is, it is the ratio of real power to the apparent power. അതായത് നമുക്ക് VI cos phi by VI ചെയ്താലും VI cos അതെന്ന് വെച്ചാൽ cos phi തന്നെയാണ് നമുക്ക് കിട്ടുക. So we can say power factor is the ratio of real power to the apparent power. So power factor ന് മൂന്ന് definitions ആണ് ഉള്ളത്. It is the cosine of angle between voltage and current in the circuit. And another definition is, it is the ratio of resistance to the impedance of the circuit, or it is the ratio of real power to the apparent power of the circuit. അങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ഇതിനെ represent ചെയ്യാം. And different types of power factor present in a circuit. ഒരു സർക്യൂട്ടിന്റെ കമ്പോണൻസ് അതിൽ എങ്ങനെയുള്ള കമ്പോണൻസ് ആണോ വരുന്നത് അതിനനുസരിച്ച് അതിന്റെ പവർ ഫാക്ടർ ഡിപ്പെൻഡ് ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് AC സർക്യൂട്ടിൽ ഇഫ് ഇറ്റ് ഇസ് എ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് എന്താണ് the voltage and current will be in phase ആയിരിക്കും. If the circuit contain an inductive component, then voltage leads. If that voltage lag inductive component present ആണെങ്കിൽ that in that circuit വോൾട്ടേജും കറണ്ടിലും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് will lags behind the current by some angle, and leading എന്ന് പറയുമ്പോൾ that voltage will leads current by some angle എന്നായിരിക്കും. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പ്രസൻസ് വെച്ചിട്ട് അതായത് വോൾട്ടേജും കറണ്ടിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കമ്പോണൻസ് പ്രസന്റ് ഇൻ സർക്യൂട്ടിനെ വെച്ചിട്ടായിരിക്കും. അതായത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ
എത്ര കമ്പോണൻസ്? ചിലപ്പോൾ ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ചിലപ്പോൾ സർക്യൂട്ടിൽ റെസിസ്റ്ററും ഇൻഡക്ടറും RL സർക്യൂട്ട് ആവാം, അല്ലെങ്കിൽ RLC സർക്യൂട്ട് ആവാം. അപ്പൊ ഓരോന്നിനനുസരിച്ച് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ ഡിഫറെന്റ് ആയിരിക്കും. സോ നമ്മളിപ്പോ വോൾട്ടേജിന് ജസ്റ്റ് റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പവർ ഫാക്ടർ എങ്ങനെയാണ് വരാൻ നോക്കാം. ഓക്കെ, ഹിയർ യു ക്യാൻ സി പവർ ഫാക്ടർ ഇൻ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുന്നത് യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും. റെസിസ്റ്റർ മാത്രം ഉള്ളെങ്കിൽ ആ ഒരു സർക്യൂട്ടിൽ വോൾട്ടേജ് കറണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വോൾട്ടേജ് വിൽ ബി ഇൻ ഫേസ് വിത്ത്, അതായത് വോൾട്ടേജ് വേവിന് ഇൻ ഫേസ് ആയിട്ടാണ് കറണ്ട് ഉണ്ടാവുക. അതായത് വോൾട്ടേജ് വേവ് ഫോം 0 സ്റ്റാർട്ട് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ ആയിരിക്കും കറണ്ട് വേവ് ഫോമും 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് വോൾട്ടേജ് വേവും കറണ്ട് വേവും സെയിം ഫേസിൽ വരുന്ന ഒരു കണ്ടീഷനിലാണ്, പ്യുവർ റെസിസ്റ്റീവ് കണ്ടീഷനിലാണ് പവർ ഫാക്ടർ യൂണിറ്റ് ആവുക. കോസ് ഫൈ 1 കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? കോസ് 0 അല്ലേ 1? അതായത് ഇൻ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആംഗിൾ 0 ആണെങ്കിൽ പവർ ഫാക്ടർ വിൽ ബി യൂണിറ്റി. ഓക്കെ, സോ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിലാണ് ഇത് പോസിബിൾ ആവുക. ദെൻ when the circuit will provide leading power factor, ഒരു സർക്യൂട്ട് കപ്പാസിറ്റീവ് കമ്പോണന്റ് ഉണ്ടെങ്കിലാണ് അത് ലീഡിങ് പവർ ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് കറണ്ട് ലീഡ് ചെയ്യും ഒരു ബൈ പർട്ടിക്കുലർ ആംഗിൾ. അതായത് പ്യുവർ കപ്പാസിറ്റീവ് ആണെങ്കിൽ കറണ്ട് ആൻഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇങ്ങനെ കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് വിൽ ലീഡ് ബൈ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ആയിരിക്കും. പക്ഷെ ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി 90 ഡിഗ്രി, ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഏതൊരു സർക്യൂട്ടിലും പ്രാക്ടിക്കലി ദർ വിൽ ബി സം റെസിസ്റ്റൻസ്. സോ ഒരു RC സർക്യൂട്ട്, ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസിന്റെയും കപ്പാസിറ്റൻസിന്റെയും പ്രസൻസ് ഉണ്ടെങ്കിൽ കറണ്ട് വിൽ ലീഡ്സ് ബൈ ആൻ ആംഗിൾ ഫൈ. സോ ദർ വിൽ ബി എ കോസ് ഫൈ. പക്ഷെ കറണ്ട് ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്കതിന് ലീഡിങ് പവർ ഫാക്ടർ എന്ന് പറയാം. കോസ് ഫൈ ഇസ് ലീഡിങ് പവർ ഫാക്ടർ ആണ്. ഓക്കെ, ഇനി ലാഗിങ് പവർ ഫാക്ടർ എപ്പോഴാണ് ഒരു സർക്യൂട്ടിൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ, ഒരു സർക്യൂട്ടിൽ ഇൻഡക്റ്റീവ് കമ്പോണൻസ് ആണ് പ്രസന്റ് എങ്കിൽ, ഒരു ഇൻഡക്റ്റൻസ് ഉള്ള സർക്യൂട്ട് ആണെങ്കിൽ ദാറ്റ് സർക്യൂട്ട് വിൽ പ്രൊവൈഡ് എ ലാഗിങ് RL സർക്യൂട്ട് ആകുമ്പോഴാണ് ഒരു ലാഗിങ് പവർ ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുക. സോ യു ക്യാൻ സീ ഹിയർ വോൾട്ടേജ് ഇങ്ങനെ എടുത്താൽ മതി, ജസ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് വോൾട്ടേജ് തന്നെ എടുക്കാം. വോൾട്ടേജ് എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിൽ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ. ലാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇങ്ങോട്ടാണ് എടുക്കുക. ലീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എടുക്കുക. ഓക്കെ, സോ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ. സോ കോസ് ഫൈ ലാഗിങ് ആണ്. ആ ഫൈ എന്ന് പറഞ്ഞ ആംഗിൾ ലാഗിങ് ആയതുകൊണ്ട് നമ്മൾ വി കോൾഡ് കോസ് ഫൈ ആസ് ലാഗിങ് പവർ ഫാക്ടർ. ഓക്കെ, സോ നമ്മൾ ഓർക്കുക, പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും. കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ ഇറ്റ് വിൽ പ്രൊവൈഡ് ലീഡിംഗ് പവർ ഫാക്ടർ. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ ഇറ്റ് വിൽ പ്രൊവൈഡ് ലാഗിങ് പവർ ഫാക്ടർ. ആൻഡ് സീറോ പവർ ഫാക്ടർ എന്ന് വെച്ചാൽ ജസ്റ്റ് രണ്ടും, അതായത് വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ന് പറയുന്ന 90 ഡിഗ്രിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് സീറോ പവർ ഫാക്ടർ ആയിരിക്കും. അതായത് ഒരു പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടോ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടോ ആണെങ്കിൽ ഇറ്റ് വിൽ പ്രൊവൈഡ് സീറോ പവർ ഫാക്ടർ. ഓക്കെ, എന്നുവെച്ചാൽ റെസിസ്റ്റൻസ് ഇല്ല, ജസ്റ്റ് കപ്പാസിറ്റർ മാത്രമുള്ള പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ ഇറ്റ് വിൽ കോസ് 90 എന്താണ്? 0 ആണ്. സോ ദാറ്റ് വിൽ ബി സീറോ പവർ ഫാക്ടർ. പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടോ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടോ ആണ് സീറോ പവർ ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുക. ഇതൊക്കെ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യനോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ്. അതായത് യൂണിറ്റി പവർ, വെൻ ദ സർക്യൂട്ട് ഇസ് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ദ പവർ ഫാക്ടർ വിൽ ബി ഡാഷ്. അപ്പൊ എന്താണ് യൂണിറ്റി പവർ ഫാക്ടർ? റെസിസ്റ്റീവ് ആണെങ്കിൽ നമുക്കറിയാം V and I will be are in phase. സോ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഇറ്റ് വിൽ പ്രൊവൈഡ് യൂണിറ്റി പവർ ഫാക്ടർ. ഇനി പ്യുവർ ഇൻഡക്റ്റീവ് ഓർ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. സോ ഇറ്റ് വിൽ പ്രൊവൈഡ് സീറോ പവർ ഫാക്ടർ. ഇനി ഒരു റെസിസ്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് കമ്പോണന്റ് പ്രസന്റ് ആണെങ്കിൽ ഇൻഡക്ടൻസ് ഉണ്ടെങ്കിൽ ആംഗിൾ ലാഗിങ് ആയിരിക്കും. സോ ഇറ്റ് ഇസ് ലാഗിങ് പവർ ഫാക്ടർ. കപ്പാസിറ്റൻസ് ആണ് സർക്യൂട്ടിൽ പ്രസന്റ് ആയിട്ടുള്ളതെങ്കിൽ ദാറ്റ് വിൽ ബി ലീഡിംഗ് പവർ ഫാക്ടർ, അതായത് ആംഗിൾ ലീഡിംഗ് ആംഗിൾ ആയിരിക്കും. സോ ഇറ്റ് വിൽ
provide a leading power factor. Okay. So ഇനി ഒരു സർക്യൂട്ടിൽ ലാഗിങ് ലീഡിങ് പവർ ഫാക്ടർ ഒക്കെ ഉള്ളത് കൊണ്ട് ഉണ്ടാകാൻ ചാൻസ് എന്തൊക്കെ കൊണ്ടാണ് ലോ പവർ ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യാന്ന് നോക്കാം. ആക്ച്വലി ഒരു സർക്യൂട്ടിൽ പവർ ഫാക്ടർ ലാഗിങ് ആവരുത്. ലാഗിങ് ആയി കഴിഞ്ഞാൽ അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു സർക്യൂട്ട് ലോ പവർ ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, നോർമലി ഒരു സർക്യൂട്ടിൽ നമുക്ക് ലീഡിങ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ബെനിഫിറ്റബിൾ, ബട്ട് ലാഗിങ് ആണെങ്കിൽ കുറച്ച് ലോസസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലാഗിങ് പവർ ഫാക്ടർ അല്ലെങ്കിൽ ലോ പവർ ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? ഇപ്പൊ ഒരു ലോഡ് വരുന്നതെടുത്ത് ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ അവിടെ വരുന്ന എനി പ്രസൻസ് ഓഫ് ആർക്ക് ലാമ്പ്, ഇൻഡസ്ട്രിയൽ ഹീറ്റിംഗ് ഫർണസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട്സ് കൂടുതൽ വരുവാണെങ്കിൽ അവിടെ ലോ പവർ ഫാക്ടർ ആയിരിക്കും. ഓക്കെ, എപ്പോഴും ഓർക്കുക ലാഗിങ് പവർ ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഡക്റ്റീവ് കമ്പോണൻസ് ആണ്. അപ്പൊ ഇൻഡക്റ്റീവ് കമ്പോണൻസ് കൂടുതൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു ലോഡ് വരുവാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ലോ പവർ ഫാക്ടർ ആയിരിക്കും. സോ മെയിൻ കോസ് ഓഫ് ലോ പവർ ഫാക്ടർ is the presence of arc lamps, industrial heating furnaces. ഇതൊക്കെ ഒരു റീസൺ ആണ് ഫോർ പ്രൊഡ്യൂസിങ് ലോ പവർ ഫാക്ടർ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ AC മോട്ടോഴ്സ് ആർ ഇൻഡക്ഷൻ ടൈപ്പ് ആണ്. അതായത് നമുക്ക് മോട്ടോഴ്സിലൊക്കെ നമുക്കറിയാം ഓൾറെഡി വൈൻഡിങ്സ് ഉണ്ടായിരിക്കും അല്ലെ. മോട്ടറിന് സ്റ്റേറ്റർ വൈൻഡിങ്ങും റോട്ടർ വൈൻഡിങ്ങും എല്ലാം കോയിൽസ് ആണ്. സോ ഇൻഡക്ടൻസ് ഇസ് ദ മോസ്റ്റ് dominant property in AC motors. So most of the AC motors are induction type. അതുപോലെ ഇൻഡക്ഷൻ മോട്ടോഴ്സ് എല്ലാം ലാഗിങ് പവർ ഫാക്ടർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ ദീസ് ഓപ്പറേറ്റ് ഓൺ ലോ പവർ ഫാക്ടർ. അപ്പോൾ നമുക്ക് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നിടത്ത് ലോ പവർ ഫാക്ടർ ആയിരിക്കും ഉണ്ടായിരിക്കാം. ആൻഡ് ഓൾസോ ലോ പവർ ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വേറൊരു റീസൺ എന്ന് പറയുന്നത് ഡ്യൂറിങ് നൈറ്റ് ടൈം. നൈറ്റിൽ നമ്മൾ ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ടോട്ടൽ ജനറേഷൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും അല്ലെ. നൈറ്റ് ടൈമിൽ ഓഫീസസും ഇൻഡസ്ട്രീസും ഒന്നും വർക്കിംഗ് അല്ലാത്ത ടൈമാണ്. കൂടുതലും ഡൊമസ്റ്റിക് ലോഡൊക്കെ മാത്രമാണ് വരിക ഡ്യൂറിങ് നൈറ്റ് ടൈം. സോ ഡ്യൂറിങ് നൈറ്റ് ടൈം വെൻ ലോഡ് ഇസ് ലെസ്, ലോഡ് കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു ഡേ ടൈം വെച്ച് നോക്കുമ്പോൾ ലോഡ് കുറവായിരിക്കും. സോ ദിസ് കോസസ് the magnetizing current of transformers and motors to increase. ട്രാൻസ്മിഷൻ ലൈൻസിലൊക്കെ നമ്മൾ ഡിഫറെന്റ് ട്രാൻസ്ഫോമേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ജനറേഷൻ വരുന്നുണ്ട്, പക്ഷെ ജനറേറ്റ് ചെയ്യുന്ന ലോഡ് യൂസ് ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ ട്രാൻസ്ഫോമേഴ്സിലൊക്കെ ഒരു മാഗ്നറ്റൈസിങ് കറണ്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ജനറേഷൻ കൂടുതലും ലോഡ് കുറയുകയും ചെയ്യുമ്പോൾ മാഗ്നറ്റൈസിങ് കറണ്ട് ഇൻക്രീസ് ചെയ്യും. ആ മാഗ്നറ്റൈസിങ് കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻഡക്റ്റീവ് കമ്പോണന്റ് ആണ് കൂടുതൽ വരുന്നത്. സോ ഇറ്റ് കോസസ് ലോ പവർ ഫാക്ടർ. ഓക്കെ, ലോഡ് കൺസംഷൻ കുറവാകുമ്പോൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഡ്യൂറിങ് നൈറ്റ് ടൈമിൽ ലോഡ് കൺസംഷൻ കുറവായിരിക്കും, ആ ടൈമിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. സോ മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ആണ് ഒരു ട്രാൻസ്ഫോമറിലും മോട്ടറിലും ഒക്കെ കൂടുതലായിട്ട് വരിക. അപ്പോൾ മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ഓഫ് ദ വോൾട്ടേജ് ഓഫ് ട്രാൻസ്ഫോമർ ആൻഡ് മോട്ടോർ ഇൻക്രീസസ് ആൻഡ് വിച്ച് കോസസ് low power factor. Okay, so these are the three reasons to produce low power factor. അതായത് ഇൻഡക്റ്റീവ് ഡിവൈസസ് ലൈക്ക് ആർക്ക് ലാമ്പ്, ഇൻഡസ്ട്രിയൽ ഹീറ്റിംഗ് ഫർണസസ് will produce low power factor. Most of the AC motors are induction motors, so it will also provide low power factor. During night time ലാണെങ്കിൽ load consumption കുറവാണ്, so it will increase the voltage and it will result magnetizing current of transformer and motor to increase, and which causes low power factor. Okay, and ഈ ലോ പവർ ഫാക്ടർ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസംഷൻ യൂസ് ചെയ്യുന്ന ലോ പവർ ഫാക്ടർ ആയി കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസ്? ദർ ആർ സം അഡ്വേഴ്സ് എഫക്ട്സ് ഓർ ഡിസഡ്വാൻറ്റേജസ് ഡ്യൂ ടു ലോ പവർ ഫാക്ടർ. ഓക്കെ, എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഒരു ലോ പവർ ഫാക്ടർ ആയി എന്ന് വെച്ചാൽ എന്താണ് കുഴപ്പം എന്നുള്ളത്. ഓക്കെ, സോ വിത്ത് ലോ പവർ ഫാക്ടർ മെയിൻ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മെഷീൻ ബിക്കം ഓവർലോഡ്. ട്രാൻസ്ഫോമേഴ്സ്, സ്വിച്ചസ്, ട്രാൻസ്മിഷൻ ലൈൻസ് ഇങ്ങനെയൊക്കെ ഉള്ളത് ബിക്കം ഓവർലോഡഡ് ആവും. അതായത് ലോ പവർ ഫാക്ടർ വരുമ്പോൾ നമ്മൾ വോൾട്ടേജും കറണ്ടും തമ്മിൽ, ലോ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ലാഗിങ് ടൈപ്പ് ആണ്. അതായത് വോൾട്ടേജിൽ നിന്ന് കറണ്ട് ലാഗ് ചെയ്ത് നിൽക്കും. അപ്പൊ ഇത് തമ്മിലുള്ള ആംഗിൾ കൂടുമ്പോൾ അവിടെ കറണ്ട് ഇൻക്രീസ് ചെയ്യും.
ലോ പവർ ഫാക്ടർ ലോഡ്സ് കൂടുതൽ വരുമ്പോൾ ഇൻഡക്റ്റീവ് ലോഡ്സ് ആണ് കൂടുതൽ വരുന്നതെങ്കിൽ അവിടെ കൂടുതൽ എന്ന് വെച്ചാൽ പവർ ഫാക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആ ലോഡ്സ് എല്ലാം കൂടുതൽ കറണ്ട് കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ലോ പവർ ഫാക്ടർ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരു 10 മോട്ടറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 10 മോട്ടോഴ്സും ഇൻഡക്റ്റീവ് ലോഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേഷൻ കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നത് കുറേ ഇൻഡക്റ്റീവ് ലോഡിലോട്ടാണെങ്കിൽ ആ ഇൻഡക്റ്റീവ് ലോഡ്സ് എല്ലാം കൂടെ ഒരു ഭയങ്കര ലാഗിങ് പവർ ഫാക്ടർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു ഹൈ ലാഗിങ് പവർ ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കറണ്ട് വലിക്കും. നമ്മുടെ സോഴ്സിൽ നിന്ന് കൂടുതൽ കറണ്ട് എടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ ലോ പവർ ഫാക്ടർ ആകുമ്പോൾ ജനറേറ്ററിനും ട്രാൻസ്ഫോമേഴ്സ്, സ്വിച്ചസ്, ട്രാൻസ്മിഷൻ ലൈൻസ് ഒക്കെ ഓവർലോഡഡ് ആവും. അപ്പൊ ഈ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഹൈ റേറ്റിംഗ് ഉള്ള ഇതായിരിക്കും സ്വിച്ചസ്, സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് കറന്റ് കൺസംഷൻ ബിക്കം ഹൈ ഡ്യൂ ടു ലാഗിങ് പവർ ഫാക്ടർ. ലാഗിങ് പവർ ഫാക്ടർ അല്ലെങ്കിൽ ലോ പവർ ഫാക്ടർ വന്നു കഴിഞ്ഞാൽ കറന്റ് കൺസംഷൻ ലോ ആവും, സോറി കറന്റ് കൺസംഷൻ ഹൈ ആവും. കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന സ്വിച്ചസിന്റെയും ട്രാൻസ്ഫോമേഴ്സ്, ജനറേറ്ററിന്റെ ഒക്കെ ട്രാൻസ്മിഷൻ ലൈനിന്റെ ഒക്കെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഡ്യൂ ടു ലോ പവർ ഫാക്ടർ കറണ്ട് ഇൻക്രീസസ്. അപ്പൊ കറണ്ട് ഫോർ എ ഗിവൺ പവർ ഫാക്ടർ ടു ബി സപ്ലൈഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. നമ്മളൊരു പെർട്ടിക്കുലർ പവർ ഫാക്ടർ സപ്ലൈ ചെയ്യണമെങ്കിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഈ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിൽ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിൽ കോപ്പർ ലോസും ഇൻക്രീസ് ചെയ്യും. റെസിസ്റ്റൻസ് കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഡോമിനേറ്റ് ചെയ്തേക്കും. അപ്പോൾ കോപ്പർ ലോസസ്, ഓരോ വൈൻഡിങ്ങിലും കോപ്പർ ലോസ് ഇൻക്രീസ് ചെയ്യും. ലോസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യൻസി വിൽ ഡിക്രീസ്. സോ ഇറ്റ് ഇസ് എ ഡിസഡ്വാൻറ്റേജ്. കറണ്ട് ഇൻക്രീസ്, സർക്യൂട്ട് ലോഡ് കൺസംഷൻ മൊത്തം ഇൻഡക്റ്റീവ് ആയി വരുമ്പോൾ, അതായത് ലാഗിങ് പവർ ഫാക്ടർ ഉള്ള ലോഡ് ആവുമ്പോൾ അവിടെ കറണ്ട് ഇൻക്രീസ് ചെയ്യും. കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന കാരണം കോപ്പർ ലോസ് ഓൺ ഈച്ച് ഡിവൈസ് വിൽ ഇൻക്രീസസ് ആൻഡ് ഇറ്റ് വിൽ produce a result as decreasing efficiency. Okay. ഇനി വോൾട്ടേജ് റെഗുലേഷൻ ഹയർ ആവും. വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നോ ലോഡിലുള്ള വോൾട്ടേജും ഫുൾ ലോഡിലുള്ള വോൾട്ടേജും തമ്മിൽ വലിയ ചേഞ്ച്, ഡിഫറൻസിങ് നോ ലോഡ് വോൾട്ടേജ് ടു ഹൈ ലോഡ് വോൾട്ടേജിനെയാണ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോ ലോഡിലുള്ള വോൾട്ടേജും ഹൈ ലോഡിലുള്ള വോൾട്ടേജും തമ്മിൽ വളരെ ഡിഫറെന്റ് ആയിരിക്കും. നോ ലോഡിൽ ഹൈ വോൾട്ടേജും ഫുൾ ലോഡിൽ വളരെ കുറഞ്ഞ വോൾട്ടേജും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ദർ ഇസ് എ ഗ്രേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വോൾട്ടേജസ്. അപ്പൊ ചേഞ്ച് ഇൻ വോൾട്ടേജ് ഭയങ്കര ഹൈ ആവുമ്പോൾ ഹയർ വോൾട്ടേജ് റെഗുലേഷൻ ആയിരിക്കും. ഹയർ വോൾട്ടേജ് റെഗുലേഷൻ ഉള്ള ഒരു മെഷീന് എഫിഷ്യൻസി കുറവായിരിക്കും. ഓക്കെ, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ഓൾസോ വിത്ത് ലോ പവർ ഫാക്ടർ കോസ്റ്റ് ഓഫ് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഇൻക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ കറണ്ട്. സോ വി ഹാവ് ടു യൂസ് തിക്കർ വയേഴ്സ് ആൻഡ് ബിഗർ സ്വിച്ചസ്. പവർ റേറ്റിംഗ് ഒക്കെ കൂടിയത് ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ പറഞ്ഞു, നമ്മൾ പവർ ഫാക്ടർ ലോ ആവുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പവർ ഫാക്ടർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്യൂട്ടിലുള്ള നമ്മുടെ യൂസ് ചെയ്യുന്ന ലോഡുകളെല്ലാം കൂടുതൽ കറണ്ട് വലിക്കും. അപ്പൊ കൂടുതൽ കറണ്ട് എടുക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വൈൻഡിങ്സിന്റെ പ്രോപ്പർട്ടി അതെല്ലാം ഓവർലോഡഡ് ആവും. അപ്പൊ നമുക്കത് എന്തെങ്കിലും ബ്രേക്കേജ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും ഇൻഡക്റ്റീവ് ലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന സ്വിച്ചിന്റെ പവർ റേറ്റിംഗ് മാറ്റേണ്ടി വരും, ട്രാൻസ്മിഷൻ ലൈൻസിന്റെ തിക്നെസ് മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതെല്ലാം വീണ്ടും എക്സ്പെൻസീവ് ആയി മാറും. ട്രാൻസ്മിഷനും ജനറേഷനും ഒക്കെ എക്സ്പെൻസീവ് ആയി മാറും. കാരണം പവർ റേറ്റിംഗ്സ് ഹയർ ആയിട്ടുള്ള ഡിവൈസസ് യൂസ് ചെയ്യേണ്ടി വരും. സോ ഒരു 10 മോട്ടറിന് നമ്മൾ കണക്ഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ തിക്നെസ് ഇത്ര ഗേജിന്റെ ഒരു വയർ ആയിരിക്കും. പക്ഷെ എല്ലാം കൂടെ ലോ പവർ ഫാക്ടർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വയർ തിക്നെസ് കൂടുതലുള്ള വയർ യൂസ് ചെയ്യേണ്ടി വരും. ഫ്യൂസിന്റെ റേറ്റിംഗ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അതുപോലെ സ്വിച്ചസിന്റെ റേറ്റിംഗ് ചേഞ്ച് ചെയ്യേണ്ടി വരും. ട്രാൻസ്മിഷൻ ലൈൻസിന്റെ തിക്നെസ് ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പം അതൊക്കെ എക്സ്പെൻസീവ് ആയിട്ട് മാറും. ഇതൊക്കെ ലോ പവർ ഫാക്ടറിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. സോ ഒരു ലോ പവർ ഫാക്ടർ സർക്യൂട്ട് എന്ന് പറയുന്നത് മെഷീനിനെ ഓവർലോഡഡ് ആക്കും, കറണ്ട് ഇൻക്രീസ് ചെയ്യും, വോൾട്ടേജ് റെഗുലേഷൻ ഇൻക്രീസ് ചെയ്യും, എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും, അതായത് കോസ്റ്റ് ഓഫ് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷന് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇറ്റ്സ് എ അൺഡിസൈറബിൾ പ്രോപ്പർട്ടി ഫോർ എ
ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ സിസ്റ്റം. ലോ പവർ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കപ്പോൾ അവോയ്ഡ് ചെയ്യണം. നമുക്ക് പവർ ഫാക്ടറിനെ ഇംപ്രൂവ് ചെയ്യണം. മാക്സിമം ഇംപ്രൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു സർക്യൂട്ടിൽ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, സോ ഇറ്റ്സ് എ ലോ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷെ നമുക്ക് ഇൻഡക്റ്റീവ് ആയിട്ടുള്ള മെഷീൻസ് ആണ് കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ട്രാൻസ്ഫോമേഴ്സ് നമുക്ക് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ മോസ്റ്റ് ഓഫ് ദ എഫിഷ്യന്റ് മോട്ടോഴ്സ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇൻഡക്ഷൻ മോട്ടോഴ്സും യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് എങ്ങനെ ഇത് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് അടുത്തത്. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഇവിടെ ഓൾറെഡി പഠിച്ചു കണ്ടോ, വോൾട്ടേജ് കറണ്ടും ഇൻഡക്റ്റൻസ് ആണ് പ്രസന്റ് എങ്കിൽ അത് ലാഗ് ചെയ്യും. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് പ്രോപ്പർട്ടി ആണ് കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യുക അല്ലെ, ലീഡിങ് പവർ ഫാക്ടർ ആണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഒരു കോമ്പൻസേറ്റർ, ഈ ലാഗിങ് പവർ ഫാക്ടറിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ആ സർക്യൂട്ടിൽ ഒരു കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് ഈ ലാഗിങ് പവർ ഫാക്ടറിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ടു ഇംപ്രൂവ് ദ പവർ ഫാക്ടർ വി യൂസ് സ്റ്റാറ്റിക് കപ്പാസിറ്റർ. അപ്പൊ ഒരു RL ലോഡ് വരുവാണ്. നമ്മുടെ സർക്യൂട്ടിലുള്ള ലോഡ് എന്ന് പറയുന്നത് ഒരു RL ലോഡാണ്, അതായത് ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി ഉള്ള ലോഡാണ്. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ലാഗിങ് പവർ ഫാക്ടർ. ഇവിടെ നിങ്ങൾക്ക് കാണാം വോൾട്ടേജ്, ഈ ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ് ഇതാണ് V. We are applying a voltage across it and RL load will produce a current, a lagging current, higher lagging current produce. ഈ I എന്ന് പറയുന്നതാണ് lagging current. When the circuit have only this RL load, it will produce a current which is lagging by an angle from the V voltage. ഈ I എന്ന് പറയുന്നതാണ് ഈ കപ്പാസിറ്റർ ഇല്ലാത്തപ്പോൾ ഉള്ള ഈ സർക്യൂട്ടിലെ കറണ്ട്. സോ V and I. ഓക്കെ, ഇനി നമ്മൾ ഈ സർക്യൂട്ടിൽ ഇത്രയും ലാഗിങ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കം എ ലോ പവർ ഫാക്ടർ സർക്യൂട്ട്. സോ നമ്മൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കപ്പാസിറ്റർ ആഡ് ചെയ്തു. ഒരു കപ്പാസിറ്റർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു ടു ദിസ് സർക്യൂട്ട്. സോ കപ്പാസിറ്റർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ, ഒരു പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ട് ആണെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദിസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് IC ആണ്. കറന്റ് ഫ്ലോയിങ് ത്രൂ കപ്പാസിറ്റർ, പ്യുവർ കപ്പാസിറ്ററിന്റെ കറന്റ് എപ്പോഴും വോൾട്ടേജിനെ 90 ഡിഗ്രി ലീഡ് ചെയ്യും. സോ വി ക്യാൻ റെപ്രസെന്റ് IC ആസ് എ ലീഡിങ് കറന്റ്. ഓക്കെ, ഇതാണ് കപ്പാസിറ്ററിലൂടെ ഉള്ള കറന്റ്. സോ നമ്മുടെ സർക്യൂട്ട് വോൾട്ടേജ് ഇസ് ദിസ് ആൻഡ് കറന്റ് ഫ്ലോയിങ് ത്രൂ കപ്പാസിറ്റർ ഇസ് എ ലീഡിങ് കറന്റ്. So there will be always a lagging load. ഈ ലാഗിങ് ലോഡ് കാരണമുള്ള കറണ്ട് ആണ് I എന്ന് പറയുന്നത്. ഓക്കെ, സോ നൗ ഇൻ ദ ടോട്ടൽ സർക്യൂട്ട്, ഈ ടോട്ടൽ സർക്യൂട്ടിലെ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? I1 ആണ്. I1 എന്ന് പറയുന്നത് വിച്ച് ഇസ് സ്പ്ലിറ്റഡ് ആസ് IC ആൻഡ് I. അപ്പൊ ടോട്ടൽ കറണ്ട് I1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഈ Iയും ICയും തമ്മിലുള്ള വെക്ടർ സം ആണ്. വെക്ടർ സം എന്ന് പറയുന്നത് ജസ്റ്റ് എ പാരലലോഗ്രാം റെപ്രസെന്റേഷനിൽ കണ്ടുപിടിക്കാം. ഒരു പാരലോഗ്രാം വരയ്ക്കാം. സോ ദ ഡയഗണൽ ഓഫ് ദിസ് പാരലോഗ്രാം വിൽ ബി ദ ടോട്ടൽ കറന്റ് ഫ്ലോയിങ് ത്രൂ ദിസ് സർക്യൂട്ട്, ദാറ്റ് ഇസ് I1. ഓക്കെ, മ്യൂട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, then so the total current in this circuit എന്ന് പറയുന്ന I1 ആണെന്ന് കിട്ടി. സോ ഈ I1 എന്ന് പറയുന്നത് ഇപ്പൊ എന്ത് സംഭവിച്ചു? ഈ ഓൾറെഡി ഉണ്ടായിരുന്ന ഈ ആംഗിളിന് ഹാഫ് ഓഫ് ദാറ്റ് കോസ് ഫൈനെ റെഡ്യൂസ് ചെയ്തു. അതായത് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്തു. കോസ് ഫൈ എന്ന് പറയുന്ന ആംഗിൾ കുറയുമ്പം കോസ് ഫൈയുടെ വാല്യൂ റെഡ്യൂസ് ചെയ്യും. സോ പവർ ഫാക്ടർ വിൽ ബിക്കം ഇംപ്രൂവ്ഡ്. ഇറ്റ് അപ്രോച്ചസ് ടു യൂണിറ്റി. നമ്മൾ ഈ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിന് ഈ ആംഗിൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കോസ് ഫൈ ആംഗിൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആംഗിൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യും അല്ലെ. കോസ് 0 അല്ലേ 1 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആംഗിൾ എത്രത്തോളം കുറയുന്നോ അത്രത്തോളം പവർ ഫാക്ടർ ഇംപ്രൂവ്ഡ് ആവും. പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുമ്പം കറണ്ട് കുറയും. അതായത് നമ്മുടെ ലോഡ് കൺസ്യൂം ചെയ്യുന്ന കറണ്ട് കുറയും. ഇൻഡക്ഷൻ മോട്ടോഴ്സ് കൺസ്യൂം ചെയ്യുന്ന കറണ്ട് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ലോസസ് കുറയും. ആ സർക്യൂട്ടിലെ ലോസ് കുറയും. അപ്പൊ എഫിഷ്യൻസി കൂടും. സോ by improving power factor we can improve the efficiency of a different type of inductive loads.
Okay. And also next one is use of synchronous motor. Induction motors ആണ് lagging power factor produce ചെയ്യുക. Synchronous motors ആണ് അതിന് പകരം യൂസ് ചെയ്യുന്നതെങ്കിൽ it will be similar to a capacitor. കപ്പാസിറ്ററിന്റെ സെയിം പ്രോപ്പർട്ടി ആണ് സിൻക്രോണസ് മോട്ടോഴ്സ് പ്രൊവൈഡ് ചെയ്യുക. അപ്പം ബൈ യൂസിങ് സിൻക്രോണസ് മോട്ടോർ വി ക്യാൻ ഇംപ്രൂവ് ദ പവർ ഫാക്ടർ. ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത് വിച്ച് ഇസ് സിമിലർ ടു എ കപ്പാസിറ്റർ ആണ്. ഓക്കെ. It provides leading current when connected in parallel with the load. ഒരു ലോഡിന് പാരലൽ ആയിട്ട് സിൻക്രോണസ് മോട്ടോർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ പ്രൊവൈഡ് ലീഡിങ് കറന്റ്. ഓക്കെ. സോ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സിൻക്രോണസ് മോട്ടോർ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യാം. ഓക്കെ. സോ നമ്മൾ ചില കൺസ്യൂമേഴ്സ്, ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സിനൊക്കെ ഹൈ ലോ പവർ ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് ലോഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പോൾ ഒരു പെനാൽറ്റി ഒക്കെ വരും പവർ ഫാക്ടർ ലോ ആണെങ്കിൽ. സോ അത് ഓവർകം ചെയ്യാൻ വേണ്ടി അവർ അവരുടെ ലോഡിൽ സ്റ്റാറ്റിക് കപ്പാസിറ്റർ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റാറ്റിക് കപ്പാസിറ്റർ ആണ് മെയിൻലി യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ആ സർക്യൂട്ടിൽ സിൻക്രോണസ് മോട്ടോർ കണക്ട് ചെയ്താലും നമുക്ക് ആ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അവരുടെ ബില്ല് കുറയ്ക്കാൻ പറ്റും. ഓക്കെ. പവർ ഫാക്ടർ കൂടുതലാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലും കൂടുതലായിരിക്കും. So we have to improve the power